ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നും പേർ വെളിപ്പെടുത്താത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം അവിടെ വാടകയ്ക്ക് ലഭിക്കേണ്ടതിനായിട്ട് ദൈവം അനുവദിച്ചാൽ ഒരു സ്വന്തം ഭവനത്തിനായി താൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വഴിയും മുഖാന്തരവും ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ തനിക്ക് അവിടെ RN എക്സാമിന് വേണ്ടി നല്ലൊരു ഡേറ്റ് കിട്ടുകയും അത് ഈ പ്രാവശ്യം പാസ്സാകുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതുപോലെ അവിടെ ഒരു കോഴ്സ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നു. ആ കോഴ്സിന് നല്ലൊരു കോളേജും ഒരുക്കപ്പെടേണ്ടതിനായിട്ടും ദൈവം തന്നെ ആ ദേശത്തിൽ മാനിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രിയ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം ഈ സഹോദരിക്ക് വേണ്ടിയൊക്കെ ചെയ്യണമേ അപ്പ. അങ്ങയുടെ കരം ഈ മകൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി മമ്മി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് വേണ്ടി ആ ദേശത്തിലൊരു ഭവനം ഒരുക്കപ്പെടുന്നതിനായി മമ്മി കർത്താവെ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതിനായിട്ട് RN എക്സാം പാസ്സാകേണ്ടതിനായിട്ട് ഇന്ന് താൻ കാണുന്ന എല്ലാ സകലികളിൽ നിന്നും കർത്താവ് തന്നെ അധികമായി മാനിക്കാൻ പോകുന്നതിനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. വിരോധങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവെ, ദേശത്തിൽ മാനിക്കണമേ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമില്ല പ്രിയരെ. കർത്താവിൻ്റെ കരമാണ് ഈ എപ്പിസോഡുകളിൽ നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കേൾക്കുന്ന വചനത്തിന് നിങ്ങൾക്ക് രൂപാന്തരം കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയുക. എന്ന് വെച്ചാൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഈ വചനം അയക്കപ്പെടുന്നതാണ്. പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ ഇഷ്ടം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അയക്കപ്പെടുന്നത്. ആ നിലയിൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴികളെ തുറക്കാൻ പോവുകയാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ്. മുമ്പോട്ടുള്ള വഴികൾ തടയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള വഴി എങ്ങനെയെന്നുള്ളത് നാം തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മളിൽ പലരും മനസ്സ് മടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നത്. എന്നാൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു പൂർണ്ണ നിശ്ചയം വരും. കർത്താവിൻ്റെ വചനം നിനക്ക് വഴി തെളിക്കുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തെ ദൈവമായി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നും ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരും. കർത്താവ് സർവശക്തിയുള്ള ദൈവമാണെന്ന് നാം തിരിച്ചറിയാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതവസ്ഥയിൽ നിങ്ങൾ അവസാനിക്കുമെന്ന് പറയുന്നുണ്ടോ, ദൈവിക വാഗ്ദത്തം നിങ്ങൾ നശിക്കുമെന്നുള്ളതല്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്ന് വെച്ചാൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും പിതാവായ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ വചന കേൾവിയിൽ ഒന്നുകൂടെ ഒരാഴം ഞാൻ വിളിച്ചു പറയാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ഇത് വായിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ദ ബ്ലസ്സഡ് മാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളത് കൊണ്ട് നിന്റെ ജീവിതത്തെ മുമ്പോട്ട് വിടാതെ നിൽക്കുന്ന ചില തടസ്സങ്ങളെ വെട്ടിമാറ്റുവാൻ ഈ വചനത്തിന് കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, സർവായുധ വർഗം എടുക്കുക എന്നുള്ളത്. അതിനകത്ത് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ കയ്യിൽ നിൽക്കുന്ന വിശ്വാസം എന്ന പരിചയം, വചനമെന്ന വാളിനെ നമുക്ക് കാണാൻ കഴിയും. ബാക്കിയെല്ലാം ഫിക്സ്ഡാണ്. രക്ഷ എന്ന ശിരസ്ത്രവും അതേപോലെ തന്നെ സുവിശേഷം എന്ന ചെരുപ്പും കാലിലിട്ട് മുറുക്കുകയാണ്. അതെല്ലാം ഫിക്സ്ഡായി നിൽക്കുന്നതാണ്. എന്നാൽ 2 ആയുധങ്ങൾ മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വിശ്വാസം എന്ന പരിചയം, വചനം എന്ന വാളും. ഈ 2 ആയുധങ്ങൾ നിങ്ങളിൽ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ആഴം. എങ്കിൽ വചനത്തിനകത്ത് വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളും ഞാനും മുമ്പോട്ട് പോകേണ്ടവരാണ്.
തിരിഞ്ഞു പോകേണ്ടവരോ പിന്മാറേണ്ടവരോ അല്ല. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പറയണം, ഈ വചനത്തിനകത്ത് എനിക്കൊരു വിടുതലുണ്ട്. ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. ഒരു ചെറിയ ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ കർത്താവാണ് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം. ജീവിതത്തിൽ നാളുകൾ പ്രാർത്ഥിച്ച ചിലതും ഇന്ന് നടന്നിട്ടില്ലെന്ന് ശത്രു പറയുന്നുണ്ടാകാം. എന്നാൽ ഇന്നത്തെ ഈ വചനത്തിനകത്ത് നിങ്ങളോട് ദൈവം സംസാരിക്കും. ആ നിലയിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 6-ാം അധ്യായത്തിൽ എല്ലാം അവസാനിച്ചൊന്ന് ലോകം പറഞ്ഞെടുത്തുന്ന ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് കർത്താവ് അവനെ സിംഹക്കുഴിയിൽ നിന്ന് തിരിച്ചു മടക്കി കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവനെ ഏത് കുഴിയിലാണെങ്കിലും ഏത് കുഴഞ്ഞ ചേറ്റിലാണെങ്കിലും അവനെ ദൈവം മടക്കി കൊണ്ടുവരും. കാരണം 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്ന് എൻ്റെ നിലവിളി കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഒരു പ്രാവശ്യം കാത്തിരിക്കുകയല്ല, 2 പ്രാവശ്യം കാത്തിരിക്കുകയല്ല, പ്രാർത്ഥനയുടെ മറുപടി വരെയും കണ്ണുനീരോടെ കാത്തിരിക്കുന്നവന് വേണ്ടി ദൈവം നിലവിളിയുടെ മറുപടി പറയാൻ തുടങ്ങും. അതിൻ്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്നെ കേൾക്കുന്ന ഓരോ ദൈവങ്ങളും വചനത്തിനകത്തും പ്രാർത്ഥനയിൽ ഉറയ്ക്കണം. കാരണം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നവനെ കർത്താവ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റിയിട്ട് പുത്തൻ പാറമേൽ നിർത്തിയതായിട്ടും ഗമനത്തെ സ്ഥിരമാക്കി എന്നുള്ളതും വ്യക്തമായി അറിയാൻ പോവുകയാണ്. എങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രവചിച്ച് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു പുതിയ അനുഭവത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളെ ഒരു പുത്തൻ പാറമേൽ കർത്താവ് നിർത്താൻ പോവുകയാണ്. നിങ്ങളെ ഉറപ്പുള്ളവരാക്കി തീർക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ഈ ആഴം മനസ്സിലാകത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ഈ വിടുതലുകൾ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. കുറിവാക്യത്തിലേക്ക് കടന്നു വരികയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്നവരെ, ഈ വചന സന്ദേശത്തിനകത്ത് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ രാജാവ് ദുഃഖശബ്ദത്തോടെ ഇതാ സിംഹക്കുഴിയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവൻ ദാനിയേലോട് സംസാരിക്കുകയാണ്, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന്. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളോടും ഈ മിനിറ്റിൽ ഞാൻ ഒന്ന് ആഴമായി പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രതികൂലം കണ്ടിട്ടുണ്ടെങ്കിലും ഉറച്ചു നിന്നോ. നിങ്ങളുടെ മുമ്പിൽ ഒരു ചെങ്കടൽ ഓപ്പണാകാൻ പോവുകയാണ്. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. അവൻ്റെ വലിയ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ അറിയും. പ്രാർത്ഥിക്കുന്നവന് ദൈവം ആരാന്ന് മനസ്സിലാകാൻ തുടങ്ങും. ഒന്നുകൂടെ പറഞ്ഞാൽ, വലിയൊരു ദൈവാസൻ പറഞ്ഞത്, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ്റെ കരത്തെ ചലിപ്പിക്കുന്നതാ നിൻ്റെയും എൻ്റെയും പ്രാർത്ഥന. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ചൊന്ന് പറയണം, ഏത് തുറക്കാത്ത വാതിലും പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കും. ആ നിലയിൽ തന്നെ ഇന്നത്തെ ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. ഇന്നത്തെ ഈ വചന പശ്ചാത്തലം ഞാൻ നിങ്ങളും ചിന്തിക്കുമ്പോൾ ഇതാ പ്രാർത്ഥിക്കുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ഇടപെടാതെ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ദാനിയേൽ എന്ന പ്രാർത്ഥന മനുഷ്യനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയാണ്. കാരണം അവന് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഇന്നെനിക്ക് ദൂതുണ്ട്. മുമ്പിൽ നോക്കിയാൽ എല്ലാം പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥന നിർത്തരുത്. വചന പശ്ചാത്തലം ഒന്നുകൂടെ ഒന്ന് പറയാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. 11-ാമത്തെ വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്ന ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. നിങ്ങൾ നോക്കണം, തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റ് ദേവന്മാരെയോ മറ്റൊരാളെയും സേവിക്കാൻ പാടില്ല എന്നുള്ളത് തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന രേഖയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ വിരോധങ്ങളുടെ നടുവിൽ
തടസ്സങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥന നടത്തത്തില്ല. ദാനിയേൽ വ്യക്തമായി താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ പതിവ് പോലെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നുകൂടെ പറയാം, ഏത് പ്രതിസന്ധിയുടെ സമയത്തും പ്രാർത്ഥിക്കുന്നവൻ ദൈവസാന്നിധ്യം അറിയും. അവൻ സാഹചര്യത്തിൽ അറിയുന്നത്, അവൻ പ്രതികൂലത്തിൻ്റെ വലിപ്പമല്ല അറിയുന്നത്, അവൻ മലയുടെ വലിപ്പമല്ല അറിയുന്നത്, അവൻ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്നല്ല അറിയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തെക്കാൾ വലിയവൻ ജീവിക്കുന്നു എന്ന് പ്രാർത്ഥനയിൽ ചിലവർ തിരിച്ചറിയും. ഹല്ലേലൂയ. ഇതാ ദാനിയേൽ അങ്ങനെ തന്നെ ദൈവത്തെ അറിയാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, പ്രാർത്ഥിക്കുന്ന വിരോധമായിട്ട് വലിയ എതിരുകൾ ഉണ്ടായി. ആ എതിരുകളുടെ നടുവിൽ രാജകൽപ്പന കർശനമാക്കിയാൽ എന്ന് പറഞ്ഞാൽ മാറ്റാൻ കഴിയാത്തത് കൊണ്ട് ദാനിയേലിനെ അവർ പിടിക്കുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് വരാം. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. ഇടവിടാതെ സേവിച്ചു വരുന്ന, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ദൈവം ഏതു വിഷയത്തിനകത്തും നമ്മെ കരകയറ്റും. പ്രാർത്ഥിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കണം. നമ്മുടെ ചില പോയിന്റുകൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ചില ആഴങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. 17-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, 16-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. 17-ാമത്തെ വാക്യത്തിൽ അവരൊരു കല്ല് കൊണ്ടുവന്ന് ഉരുട്ടി വെച്ചിട്ട് ആ കല്ലിനെ രാജാവിൻ്റെ മുദ്രാമോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയാണ്. ഇനി അതിന് മാറ്റം വരാതിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനി ആ കല്ലിനെ ആർക്കും ഉരുട്ടാൻ പറ്റത്തില്ല. വ്യക്തമായി പറഞ്ഞാൽ ഇനി ആ കല്ല് തുറക്കപ്പെടത്തില്ല. ലോകപ്രകാരം ചിന്തിച്ചാൽ അല്ലെങ്കിൽ മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ ഇനി ദാനിയേൽ പുറത്തു വരത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എത്ര വാതിലടഞ്ഞാലും എൻ്റെ ദൈവം ഒരു വാതിൽ തുറക്കും. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് 1-ാമത്തെ ആഴം, പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി, ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന ദാനിയേലിന് വേണ്ടി ഇനി എന്തെല്ലാം വഴി അടഞ്ഞാലും എൻ്റെ ദൈവം ഒരു വഴി തുറക്കും. 1-ാമത്തെ ചിന്ത നിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലടഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. എങ്കിൽ 2-ാമത്തെ ചിന്ത ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ? ഇടവിടാതെ സേവിച്ച ദാനിയേലിന് വേണ്ടി രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തുകയാണ്. ആ രാത്രി മുഴുവൻ, ഒരു പകലും ഒരു രാത്രിയും ഇതാ ദാനിയേൽ സിംഹക്കുഴിയിലാണ്. ആ രാത്രിയിൽ രാജാവിൻ്റെ ഉറക്കം വിട്ടുമാറി അവൻ ആ രാത്രിയിൽ ദാനിയേലിന് വേണ്ടി ഉപവസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ചില ഉന്നതന്മാരെ ഒരുക്കാൻ പോവുകയാണ്. പ്രഭാതത്തിലേക്ക് വന്നപ്പോൾ നേരം വെളുപ്പിനെ രാജാവ് ദാനിയേലിന്റെ സിംഹക്കുഴിയുടെ അടുക്കിലേക്ക് വരികയാണ്. അവൻ ദുഃഖശബ്ദത്തോട് സംസാരിച്ച പദമാണ് നമ്മുടെ കുറിവാക്യം. ജീവനുള്ള ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനാണോ, നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാണോ എന്നുള്ളതാണ് നമ്മുടെ ചിന്തയായി നിൽക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഇടവിടാതെ പ്രാർത്ഥിച്ച നിനക്ക് വേണ്ടി ദൈവം 1-ാമത് എത്ര വഴി അടഞ്ഞാലും ഒരു വഴി തുറക്കും. 2-ാമത്തെ ചിന്ത, ചില ഉന്നതന്മാരെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. എന്നെ കേൾക്കുന്നവരെ, ദാനിയേലിന് വേണ്ടി ആ രാജ്യത്തിലെ ഒരു ഭടനയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒന്നും അല്ല ഒരുക്കിയത്. ഏറ്റവും ഉന്നതനായ വ്യക്തിയെ ദൈവം ഉറക്കം കെടുത്തി അവന് വേണ്ടി ഒരുക്കി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി ചില ഉന്നത വഴികൾ തുറക്കേണ്ടതിന് എൻ്റെ ദൈവം ചിലവരെ ഒരുക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റെടുക്കുക. ഞാൻ ഒന്നുകൂടെ ഒരു ആഴം പറയട്ടെ. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൽ ഉറയ്ക്കണം. ദാനിയേൽ ദൈവത്തിൽ ഉറച്ചവനാണ്. ദാനിയേൽ ദൈവത്തെ തിരിച്ചറിഞ്ഞവനാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും തളർന്നു പോകത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, സിംഹക്കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു കയറാൻ പറ്റത്തില്ല. കാരണം പുറമെയാണ് വാതിൽ അടച്ചേക്കുന്നത്. എന്നാൽ ദൈവം അവന് വേണ്ടി വാതിൽ തുറന്നു. 2, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഉന്നതനായ രാജാവിന് ദൈവം ഒരുക്കി. 3-ാമത്തെ ആശയം നാം ചിന്തിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കാൻ പോകുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ വിടിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. 3-ാമത്തെ ആഴമേറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവം രക്ഷിക്കാൻ ശക്തനാണ്. ഏത് വിഷയത്തിനകത്താണെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ ദൈവം രക്ഷിക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വിടുവിക്കും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം
33 അധ്യായം അതിൻ്റെ 3 വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിന് വേണ്ടി ഇതുവരെയും അറിയാത്ത, ഇതുവരെയും വെളിപ്പെടാത്ത ചില കാര്യങ്ങൾ എൻ്റെ ദൈവം തുറന്നു തരാൻ പോവുകയാണ്. ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, എൻ്റെ കർത്താവ് രക്ഷിക്കുന്നവനാണ്, ഒരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞെടുത്തുന്ന വഴി തുറന്നു വരാൻ പോകുക ചിലവർക്ക് വേണ്ടി. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഒന്നുകൂടെ ആഴം ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ നിങ്ങൾ ഉറപ്പായിട്ട് വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഒറ്റ ലക്ഷ്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ വിടുതൽ കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ മടിക്കരുത്. നിങ്ങൾ വിളിക്കണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ആ നിലകളിൽ തന്നെ എന്നെ കേൾക്കുന്നവരോട് ശ്രദ്ധിച്ച്, ആ നിലയിൽ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ദൂത് കൈമാറുകയാണ്. നമ്മുടെ ദൈവം രക്ഷിക്കാൻ പ്രാപ്തനാണ്. ഏത് പ്രതിസന്ധിയാണെങ്കിലും നമ്മുടെ ദൈവം രക്ഷിക്കാൻ പ്രാപ്തനാണ്. മൂന്നാമത്തെ ആശയം, നിന്റെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ സിംഹക്കുഴിയിൽ എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്നുള്ളതാണ്. എന്നാൽ നാലാമത്തെ ആഴമെന്ന് പറയുന്നത്, ദൈവത്തെ വിളിച്ചത് മുഖാന്തരമായി, ദൈവത്തിന് വേണ്ടി നിന്നതിന് മുഖാന്തരമായി നീ അനുഭവിക്കുന്ന വേദനയിൽ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്റെ പേരിനെ ദൈവം മാറ്റും. ഇപ്പോൾ രാജാവ് വിളിച്ചു പറയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിങ്ങളെ ഇതുവരെയും വഴിയടഞ്ഞവനെന്നും പ്രശ്നമായി എന്നൊക്കെ പറയുന്നവർ ഇന്നു മുതൽ നിന്റെ പേരിനെ മാറ്റി വിളിക്കും. യേശു നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പട്ടണത്തിൽ, ആ ഭവനത്തിൽ നീ ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടാൻ പോവുകയാണ്. നാലാമത്തെ ആഴമേറിയ ചിന്ത, നിന്റെ പേരിനെ അവൻ മാറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ദൂതനെ സ്വീകരിച്ചോ. അഞ്ചാമത്തെ ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. സിംഹക്കുഴിയിൽ വീണ ഒരാളും രക്ഷപ്പെട്ട ചരിത്രമില്ല. കാരണം എത്ര സിംഹമുണ്ടെന്ന് അവിടെ കൊടുത്തില്ല, പക്ഷെ ഒന്നിൽ കൂടുതൽ സിംഹങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ദാനിയേല് ആ സിംഹക്കുഴിയിൽ വീഴുമ്പോൾ ദാനിയേലിന്റെ ദൈവം ദാനിയേലിനെ കേടുവരുത്താതെ വണ്ണം സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ആഴം ഞാനിത് തുറന്നു വരികയാണ്. ശത്രുവിൻ്റെ വായടയ്ക്കുന്ന ദൈവം. അഞ്ചാമത്തെ ചിന്ത, എൻ്റെ ദൈവം ശത്രുവിൻ്റെ വായടയ്ക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയോടെ, കർത്താവേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ ആഴത്തിനായി ഞാൻ സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവം വലിയ ദൈവപ്രവൃത്തി അയക്കുന്നു. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ നിങ്ങളെ അവസാനിപ്പിക്കുന്നു വെല്ലുവിളിച്ച, ഇതുവരെ നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ചില അന്യാരാധനയുടെ ശക്തികൾ, നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ച ചില മാനുഷിക ശബ്ദങ്ങൾ നിനക്ക് മുമ്പിലുണ്ടാകാം. പക്ഷേ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ദാനിയേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ വായവൻ അടയ്ക്കും. എന്നെ കേൾക്കുന്നവരെ, സിംഹത്തിന് ഇനി എത്ര ബലമുണ്ടെങ്കിലും, സിംഹം ഇനി എത്ര വിശന്നിരിക്കുന്ന അനുഭവത്തിലാണെങ്കിലും ദാനിയേലിന്റെ മുമ്പിൽ അവന് വാ തുറക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എത്ര പേര് എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ചെന്ന് പറയും, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇതാ എൻ്റെ ദൈവം സിംഹത്തിൻ്റെ വായടച്ച് കളയുകയാണ്. ഇതുവരെയും നിന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞ രോഗശക്തി, ഇതുവരെയും നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ കടബാധ്യതയുടെ മുമ്പിൽ, ഇതുവരെയും നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കുടുംബ പ്രശ്നത്തിൻ്റെ നടുവിൽ ഇതാ ജീവനുള്ള ദൈവം, ദാനിയേലിന്റെ ദൈവം ഇതാ നിനക്ക് വേണ്ടി ആ പ്രശ്നത്തിൻ്റെ വായടയ്ക്കാൻ പോവുകയാണ്. ആ പ്രശ്നത്തിൻ്റെ വെളിയിൽ നിനക്ക് ജയം പകരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിച്ചോ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ ആറാമത്തെ ചിന്ത നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. ദാനിയേലിന്റെ ദൈവം ദാനിയേലിനെ ആ ദേശത്തിൽ മാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധിയിൽ, നിങ്ങൾ അനുഭവിച്ച ആ അപമാനത്തിന്റെ നടുവിൽ, നിങ്ങളെ തലകുനിച്ച അനുഭവത്തിൽ നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ദൈവം ശത്രുവിന്റെ മുമ്പാകെ മേശയൊരുക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ 3-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാനിയേലിനെ മാനിച്ച ദൈവം ഇതാ നിനക്ക് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. എന്നാൽ വചനം വ്യക്തമായി തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പറഞ്ഞോ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുടെ അനുഭവം തീരാൻ പോവുകയാണ്. നിങ്ങളുടെ തല ഉയർത്തുന്നവൻ, നിങ്ങളുടെ തലയെ പുത്തൻ എണ്ണ തേപ്പിക്കുന്നവൻ ഇതായി വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഒരത്ഭുതത്തെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് അവസ്ഥകൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ സന്ദേശം നിങ്ങൾ കേൾക്കണം. 6ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ആ ദേശത്തിൽ തലകുനിഞ്ഞെന്നും തീർന്നെന്നും പറയുന്നവരുടെ നടുവിൽ ദൈവം ദാനിയേലിനെ മാനിച്ചു. എങ്കിൽ 7ാമത്തെ ചിന്ത ഒരാഴമാണ് കേട്ടോ, ആഴം. ചിലവർ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തോട് അടുക്കും തോറും എൻ്റെ പ്രശ്നങ്ങളങ്ങ് വർദ്ധിക്കുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇന്നലകളിൽ അകന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ദൈവത്തെ അറിയാതിരുന്നപ്പോൾ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മുമ്പോട്ട് വളരെ സന്തോഷത്തോടാണ് പോയത്. പക്ഷേ ദൈവത്തോട് അടുത്തപ്പം ഒന്നിനു വെളിയിൽ ഒന്നായി പ്രശ്നമാണ്. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്തപ്പം ഇന്ന് കണ്ണുനീരിൻ്റെ അനുഭവം. ഇനി ഞാൻ ദൈവത്തോട് അടുക്കണോ എന്ന് ചോദിക്കുന്നതിനുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവന് വിരോധമായി രേഖ എഴുതാം, അവൻ്റെ ജീവിതം അവസാനിച്ചതുപോലെ തോന്നാം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ദൈവമുണ്ട്. ഞാൻ ഈ പദം പറയുന്നത് വളരെ ശ്രദ്ധയാണ്. ഞാൻ ഇനി ദൈവത്തോട് അടുക്കണമോ എന്ന് ചോദിക്കുന്നവരിലുള്ള മറുപടിയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദാനിയേലിന് വേണ്ടി 7ാമത്തെ ചിന്ത, ദൈവം ഒരു പുതിയ സീസൺ തുറക്കാൻ പോവുകയാണ്. ആ സീസൺ എന്ന് പറയുന്നത്, ആ ദേശത്തിൽ രാജാവ് വരെ വിശ്വസിക്കുന്നു ദാനിയേലിന്റെ ദൈവം ജീവിക്കുകയാണ്. നിങ്ങൾ അടുക്കുന്തോറും പ്രശ്നം കൂടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, അതിന് ഒരു പരിധിക്ക് വെളിയിൽ നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. ആ പ്രശ്നത്തോട് കൂടെ എൻ്റെ ദൈവം പോക്കുവഴി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ കര ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ. നമ്മുടെ ദൈവം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്യത്തിനകത്ത് ആഴമായി എൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞോ, അടുക്കും തോറും നിന്റെ പ്രശ്നം വർദ്ധിക്കാൻ പോവുകയല്ല, ആ പ്രശ്നത്തോട് കൂടെ അവൻ നിലനിൽക്കുന്ന ഒരു സീസൺ തുറന്നു തരാൻ പോവുകയാണ്. ഇനി പ്രശ്നം തൊടാത്ത, ഇനി നിന്റെ ജീവിതത്തിനകത്ത് ശത്രു അടുക്കാത്ത രീതിയിൽ, ആ ദേശത്തിൽ നിന്റെ തല ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ എൻ്റെ ദൈവം നിനക്കൊരത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നോക്കണേ, ദാനിയേലിനെ ഇനി പ്രാർത്ഥിക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. അതേപോലെ ദൈവം അവനെ പ്രൂവ് ചെയ്തു. ഇതാരോടൊക്കെയുള്ള ദൂതാകനെ പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ആ വീട്ടിനകത്തുനിന്ന് ഒറ്റയ്ക്കാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത്. പലരും ഭാരപ്പെടുകയാണ്. പലരും കുത്തുവാക്കുകൾ കേട്ട് ഒറ്റപ്പെട്ട നിലയിൽ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർ വരെ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ വിളിച്ചു പറയാണ്, മടുത്തു പോകരുത്. ഒരു സീസൺ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. അത് നിന്നെ നിന്ദിച്ച, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കുന്ന സീസണാണ്. അപ്പോൾ ഇന്നു മുതൽ ഇനി ഞാൻ അടുക്കുന്നില്ലെന്നോ, ഇനി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് പറയരുത്. നിന്റെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന ഒരത്ഭുത വഴി എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. എങ്കിൽ 8ാമത്തെ ആഴം പറയാൻ പോകുന്നു. എന്നിട്ട് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 8ാമത്തെ ആഴം, ദാനിയേലിന്റെ ദൈവം പ്രാപ്തനാണ്. ദാനിയേലിന്റെ ദൈവം ദാനിയേലിനെ ലജ്ജിപ്പിക്കത്തില്ല. ദാനിയേലിന്റെ ദൈവം ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവനെ ആ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുവാൻ പ്രാപ്തനാണ്. ദാനിയേലിന്റെ ദൈവം ദാനിയേലിനെ നിന്ദിക്കത്തില്ല. ഈ ഉറപ്പാണ് ഇന്ന് അനേകരുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെയും എൻ്റെ ദൈവം ഏത് വിഷയത്തിനകത്തും വിടിവിപ്പാൻ പ്രാപ്തനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം ആരാന്ന് ഒരു വലിയ ബോധ്യം എന്നോട് കർത്താവ് പറയാണ്. ദൈവത്തിൻ്റെ വലിപ്പം കാണുവാൻ ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ മറുപടി പറയാണ്, ജീവനുള്ള ദൈവം പ്രാപ്തനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു, നമ്മുടെ ദൈവം പ്രാപ്തനാണ്. അവൻ സകല വിഷയത്തിനകത്തും അസാധ്യതകളെ ദൈവം സാധ്യമാക്കാൻ പോവുകയാണ്. ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതത്തെ കർത്താവ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞു, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിപ്പിക്കാത്ത ദൈവത്തിന്റെ കരം. ഒന്നുകൂടെ പറഞ്ഞാൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല.
ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ നീ ഒരിക്കലും ലജ്ജിപ്പിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. നിന്നെ കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. ആത്മാവിനെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയാമോ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുൾ ചെയ്തിരിക്കുന്നുവല്ലോ. ഈ 3 പദങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. 1, മുഖത്തേക്ക് നോക്കിയവൻ ലജ്ജിച്ചു പോകത്തില്ല. 2, കാത്തിരുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. 3, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. വാസ്തവമായി ഇടവിടാതെ പ്രാർത്ഥിച്ച് ദാനിയേൽ ലജ്ജിച്ചു പോയില്ലെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മെ കൈവിടത്തില്ല. നിങ്ങൾക്ക് ഈ ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഒറ്റ വാക്ക് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ മകൻ 2024 ആഗസ്റ്റ് 1-ാം തീയതി അബുദാബിയിൽ ഒരു ജോലിക്കായി പോയി. അവിടെ ചെന്നതും അവന് മാനസികമായി എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായി. ജോലി ചെയ്യാൻ പറ്റിയില്ല. നാട്ടിൽ തിരിച്ചു വരണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ 2.5 ലക്ഷം രൂപ കടമെടുത്ത് പറഞ്ഞു വിട്ടതാണ് മകനെ അവിടെ നിൽക്കാൻ. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നോക്കി, അവന് നിൽക്കാൻ പറ്റൂല, ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ബ്രദറോട് വിളിച്ച് പറഞ്ഞു, സുധ സിസ്റ്ററോടും എന്നെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. 15 ദിവസം ആ കമ്പനി അവന് നാട്ടിൽ പോകാൻ ഒരു അവധി കൊടുത്തു. ആദ്യമായി പോയ ആളാണ്. 15 ദിവസത്തെ അവധിക്ക് അവൻ നാട്ടിൽ വന്നിട്ട് 15 ദിവസമായപ്പോഴും അവന് പോകാനുള്ള മനസ്സില്ല. തിരിച്ചു ചെന്നാൽ അവൻ പിന്നെയും ജോലി ചെയ്യാൻ പറ്റുമെന്ന് അവന് തോന്നിയില്ല. അങ്ങനെ വിളിച്ച് ആ കമ്പനിയിൽ പറഞ്ഞപ്പോൾ 15 ദിവസം കൂടി അവന് നീട്ടിക്കൊടുത്ത് അവൻ ഇവിടെ വന്ന് പാസ്റ്റർ മുമ്പ് പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു പോയി. ഇപ്പം 3 മാസമായി അവൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാതെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ വീടും വസ്തുവും ബാങ്കിൽ കടത്തിലായിരുന്നു. ഈ ബാങ്കുകാർ ഡിസംബർ 24-ാം തീയതി ഒരറിയിപ്പും തരാതെ എന്നെ എൻ്റെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി, വീട് പൂട്ടി. ഇപ്പം ഞാൻ ബന്ധുക്കളെ വീട്ടിലാണ് ഞാനും എൻ്റെ മക്കളും താമസിക്കുന്നത്. പ്രസവിച്ച് കിടന്ന എൻ്റെ മകളെ പൊടിക്കുഞ്ഞുൾപ്പെടെ ബാങ്കുകാർ ഇറക്കി വിട്ട്. പക്ഷേ എൻ്റെ ആ വീടും വസ്തുവും വിറ്റാൽ മാത്രമേ എനിക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റൂ. ഈ 31-ാം തീയതി ബാങ്ക് പൈസ അടച്ചില്ലെങ്കിൽ വീടും വസ്തുവും ലേലത്തിലാവുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിവരം വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഒരു അത്ഭുതം നടക്കുമെന്ന്. ഈ 25-ാം തീയതി ഒരു പാർട്ടിക്കാർ വന്ന് എൻ്റെ വീടും വസ്തുവും മേടിക്കാൻ അഡ്വാൻസ് തന്നു. 31-ാം തീയതി പൈസ ബാങ്ക് അടച്ച് ഇനി എനിക്കൊരു ഭവനം മേടിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? വീടും വസ്തുവും വാസ്തവത്തിൽ വിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അയലത്തുകാർ സമ്മതിക്കത്തില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയ. അവരത് വില താത്തുകയാണ്, ഒരു രീതിയിലൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ കർത്താവ് 25-ാം തീയതിക്ക് മുമ്പേ അതിനകത്ത് അത്ഭുതം ചെയ്യുകയും ഇന്ന് സിസ്റ്ററിന് പുതിയ ഭവനത്തിനുള്ള വഴി അറിയാം. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മകളുടെ നേരേക്കൊന്ന് കരം നീട്ടാൻ പറ്റുന്നവരുണ്ടോ? ഇതാ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ, അതിശയം സംഭവിക്കട്ടെ. അപ്പാ, ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വലിയ കാഴ്ചകൾ കാണുന്നു. ചിലവർ ഇപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് വലിയ വാതിലുകൾ തുറന്നു വരികയാണ്. കർത്താവെ, ഇവരെ അങ്ങ് മാനിക്കണമേ. ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തണമേ. പ്രാർത്ഥനയിൽ മടുത്തുപോയവരെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, ഇവർക്ക് വേണ്ടി ഇന്ന് അങ്ങ് ഇടപെട്ടതിനായി സ്തോത്രം. ഇവരെ അങ്ങ് സ്പർശിച്ചതിനായി യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനാ വിഷയമുള്ളവർ വിളിക്കണമേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിൽ കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.